നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെൻറ്റർ ഓഫ് മാസ് ഓഫ് കണക്റ്റഡ് ലാമിന. ലാമിന എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഹാവിങ് യൂണിഫോം തിക്നെസ്, അതാണ് ലാമിന. ഉദാഹരണത്തിന് ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു ഷീറ്റ് ഹാവിങ് എ ഫിക്സഡ് തിക്നെസ്, അതൊരു ലാമിനയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണാനാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പം ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട്, ഓക്കെ, ഏത് ഷേപ്പ് വേണമെങ്കിലും വരാം, ഒരു എക്സാമ്പിളാണ്. ഇതേപോലെ കുറേ ലാമിനാസ് ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഈ എൻറ്റയർ സിസ്റ്റം, എൻറ്റയർ ഷീറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ഇത് പല ഷേപ്പുകളിലും വരാം, ഇതൊരു എക്സാമ്പിളായിട്ട് തന്നുള്ളൂ. സെൻറ്റർ ഓഫ് മാസ് ഓഫ് കണക്റ്റഡ് ഷീറ്റ്സ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മൾ ഇതിനിങ്ങനെ ഓരോ ഡിവൈഡ് ചെയ്യുക, ഓരോ ചെറിയ ചെറിയ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഞാൻ ഉദാഹരണത്തിന് ഞാനിവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാലോ നമുക്കപ്പോൾ 3 റെക്റ്റാങ്കിൾസുകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഇതേപോലെ ഡോട്ട് ലൈൻ വരച്ചിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മനസ്സിലായ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡോട്ട് ലൈൻ വരച്ചു, ഇവിടെ ഒരു ഡോട്ട് ലൈൻ വരച്ചു, അങ്ങനെ നമുക്ക് 3 റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ ഈ എൻറ്റയർ ഷീറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് അറിയേണ്ടത്, ശരിയല്ലേ? അപ്പോൾ അതിന് ഓരോ ഏരിയയുടെ, ഇപ്പോൾ ഓരോന്നിൻ്റെ ഏരിയാസ് കാണാനായിട്ട് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം തന്നിട്ടുണ്ടാവും കേട്ടോ. സപ്പോസ് ഇതിൻ്റെ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക. A1 ഏരിയ ഈസ് ഈക്വൽ ടു A1. ഇതിൻ്റെ ഏരിയ A2 ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ A3 ആണെന്ന് വിചാരിക്കുക. ഇതേപോലെ ഇനിയും വരാൻ വേണമെങ്കിൽ ഓരോന്നിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം, ഓരോ ഷീറ്റിൻ്റെയും. അത് കറക്റ്റ് സെൻറ്ററിലാണെന്ന് അറിയാം, ശരിയല്ലേ? കറക്റ്റ് നടുക്കാണ്, അത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഓരോ ഏരിയയുടെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ A1ൻ്റെ സെൻറ്റർ ഓഫ് മാസ് സേ X1, ക്യാപിറ്റൽ X1 കോമ ക്യാപിറ്റൽ Y1 ആണെന്ന് വിചാരിക്കുക. അത് കാണാൻ എളുപ്പമാണ്. A2ൻ്റെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് നടുക്കായിട്ട് ക്യാപിറ്റൽ X2 ക്യാപിറ്റൽ Y2 ആണെന്ന് വിചാരിക്കുക. അതുപോലെ A3യുടെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് സെൻറ്ററിലാണല്ലോ, ക്യാപിറ്റൽ X3 കോമ ക്യാപിറ്റൽ Y3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഓരോ ഷീറ്റിൻ്റെയും ഏരിയ അറിയാം, ഓരോന്നിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അറിയാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് എൻറ്റയർ സിസ്റ്റം, എൻറ്റയർ ഷീറ്റ് ഈസ് ഗിവൺ ബൈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ X കോമ ക്യാപിറ്റൽ Y എന്നാണല്ലോ എഴുതുന്നത്. അതിൽ ആ ക്യാപിറ്റൽ X കാണാനായിട്ടുള്ള ഫോർമുല, അപ്പോൾ മാസ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ഫോർമുല ബൈ ഹാർട്ട് ആക്കുക. ഏരിയ A1 ഇൻറ്റു X1 പ്ലസ് A2 ഇൻറ്റു X2 പ്ലസ് A3 ഇൻറ്റു X3 എക്സിട്ര. ഓരോ ഏരിയാസും അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈച്ച് ഏരിയ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് ഓൺ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണ് A1 X1 ആയത്. അതുപോലെ A2 X2, അതുപോലെ A3 X3 എക്സിട്ര. ഡിവൈഡ് ബൈ താഴെ A1 ടോട്ടൽ ഏരിയ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സിട്ര വരും. ഇതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ Y വരുന്നത്. ക്യാപിറ്റൽ Y വരുന്നത് ഇതേപോലെ തന്നെ A1 ഇൻറ്റു ക്യാപിറ്റൽ Y1 A2 ഇൻറ്റു Y2 പ്ലസ് A3 ഇൻറ്റു Y3 എക്സിട്ര. ഓൾ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സിട്ര. ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ക്ലിയർ ആയല്ലോ ഇത്?